സ്റ്റോക്ക് മാർക്കറ്റ് മരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെല്ലിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി കിടക്കുന്നതിന് മുന്നായി ഇപ്പോൾ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഈ ഓഫർ ഡിസംബർ 31 വരെയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ അപ്സ്റ്റോക്സിൽ എൻ്റെ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ 50 മിനിറ്റ്സ് ബ്രേക്ക് ഔട്ട് സ്കാനറും അതുപോലെ സെമി ഓട്ടോ ട്രേഡിംഗ് സിസ്റ്റം, അതായത് നമുക്ക് അപ്സ്റ്റോക്ക് വെച്ച് സെമി ഓട്ടോമാറ്റിക്, അതായത് ബൾക്ക് ഓർഡർ ഒരേ സമയം പ്ലേസ് ചെയ്യുന്ന ഒരു സിസ്റ്റവും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൂടാതെ ഞാൻ ചാർട്ടിങ്ങിൽ ഉണ്ടാക്കുന്ന സ്കാനേഴ്സിൻ്റെ കോപ്പിയും നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 സംഭവങ്ങളും നിങ്ങളിപ്പോൾ എൻ്റെ റെഫറൻസിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള റെഫറൻസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെഫറൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. നമ്മളിന്ന് സെല്ലിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണല്ലോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു പ്രത്യേക പാറ്റേൺ ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ TCSൻ്റെ 23-ാം തീയതിയാണ്. ഇത് 15 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത 15 മിനിറ്റ് ക്യാൻഡിലാണ്, ഭയങ്കര ഹ്യൂജ് ക്യാൻഡിലാണ്. അതിനുശേഷം ഇതേപോലെ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഇവിടെ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അതായത് ഇപ്പോൾ നല്ല ഹ്യൂജ് ക്യാൻഡിൽ വരുമ്പോൾ അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലെവലിൽ, അതായത് ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ നിന്ന് നമ്മുടെ ഹൈ വരെ, അതുവരെയുള്ള ഹൈ വരെ ലെവൽ മാർക്ക് ചെയ്യും. ഇനി നമ്മളെവിടെ സെല്ല് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഫിബൊനാച്ചിയിൽ ഓരോ ലെവൽ കാണാം. 0, 0.23, 0.382 അങ്ങനെ ഓരോ ലെവൽ കാണാം. നമ്മൾ 0.382 നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ ലൈൻ ഡ്രോ ചെയ്തിട്ട് 0.382 നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെല്ലോട്ട് ഇട്ട് വയ്ക്കാം ഈ ഒരു ലെവലിൽ. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ ഇവിടെ സെല്ല് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ മറ്റൊരു റീട്രേസ്മെൻറ്റ് സെല്ലും കൂടി ഇടാം. അതായത് 0236, അതായത് ഇവിടെ ഇട്ട് വയ്ക്കാം. അതായത് നമ്മൾ ഇവിടെ സെല്ല് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു സെല്ല് ഓർഡർ ഇവിടെ ഇട്ട് വയ്ക്കണം 0.236 വാല്യൂവിൽ. അത് കഴിഞ്ഞ് നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യണത് ഈ 0.5ഉം 0.6ൻ്റെ മിഡിലായിട്ടാണ്. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ ഈ TCSൻ്റെ കേസ് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, മാർക്കറ്റ് കാലത്ത് തന്നെ നോക്കുമ്പോൾ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, അതിന് റെഡ് ക്യാൻഡിൽ വന്നു. അപ്പോൾ ആ റെഡ് ക്യാൻഡിൽ വന്ന ഉടനെ തന്നെ നമ്മൾ ഫിബൊനാച്ചി ടൂൾ എടുത്തിട്ട് താഴെ നിന്ന് ആ ഹൈ വരെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലെവൽ കിട്ടി. അതിനുശേഷം നമ്മൾ 0.382 ഒരു സെല്ലിട്ട് വെച്ചേക്കാം, സ്റ്റോപ്പ് ലോസ് സെല്ലിട്ട് വെച്ചേക്കാം. അപ്പോൾ ആ സെല്ല് ഇപ്പോൾ മാർക്കറ്റ് അതിനുശേഷം മാർക്കറ്റ് താഴെ വന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു സെല്ല് ഓർഡർ ഇട്ട് വെച്ചേക്കാം. അത് 0.236 ലെവലിൽ ആ സെല്ല് ഓർഡർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി രണ്ടിനും കൂടി ആവറേജ് ആയിട്ട് നമ്മൾ ഈ 0.5ഉം 0.61 ഇടയിലുള്ള ഒരു ആവറേജ് ലെവലിൽ ബൈ ചെയ്യാം. അതിന് മിഡിൽ വാല്യൂ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബൈ ഇട്ട് വെച്ചേക്കാം. അതാണ് ഈ സ്ട്രാറ്റജി. ഇപ്പോൾ നമ്മൾ TCS ആണ് കണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്കാണ് നമുക്ക് അടുത്ത സ്റ്റോക്കുകൾ. ഇതിപ്പോൾ കഴിഞ്ഞ 4 മാസം ഈ ഒരു പാറ്റേൺ വന്ന സ്റ്റോക്കുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം സ്റ്റോക്ക് കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് സ്റ്റോക്ക് ഇതിൽ നിന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ലിസ്റ്റ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മാനുവലായി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം 15-ാം തീയതി എസ്കോർട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സ്കോർട്ട് നിങ്ങൾ കണ്ടാൽ കാണാം, അതിന് വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ക്യാൻഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ ചെയ്യേണ്ടത് നമ്മുടെ ഫിബൊനാച്ചി ടൂൾ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ല് എന്ന് പറഞ്ഞാൽ 0.382 താഴെയാണ് സെല്ല്. പക്ഷേ ഇവിടെ നോക്കിയ ശേഷം നമുക്ക് കാണാം മാർക്കറ്റ് താഴേക്ക് പോകുന്നില്ല, വീണ്ടും മുകളിലേക്ക് പോയിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി പൊസിഷൻ ഒന്ന് ഹൈയിലേക്ക് റിട്രേസ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, ഇപ്പോൾ ഒരു ന്യൂ ഹെർത്തുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കിവിടെ ഓൾറെഡി ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് താഴെ വരാണ്ട് മുകളിലേക്ക് വരും തോറും നമ്മളത് റീട്രേസ് ചെയ്യുന്നത് നമ്മൾ ഫിബൊനാച്ചി സ്കാനറിൻ്റെ ലെവലൊന്ന് കയറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിന് ശേഷം നമ്മുടെ പഴയ പോലെ തന്നെ 0.382 ഇതാണ് നമ്മുടെ സെൽ ലെവൽ. ഈ ലെവലിൽ നമ്മൾ സെല്ല് ചെയ്തു, അവിടെ സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഓർഡർ പ്ലേസ് ചെയ്യണം അപ്പോൾ തന്നെ. പക്ഷേ ഇവിടെ ഈ ലെവലിൽ നമ്മൾ ഓർഡർ ആക്റ്റീവ് ചെയ്തിട്ടില്ല, കാരണം അത്രയും റീട്രേസ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല, താഴേക്ക് വേറെ ചെയ്തത്. അതേപോലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ വാല്യൂ ആയിട്ട് വരും. കണ്ടോ, ഈ ഒരു ലെവലിൽ നമ്മൾ ടാർഗറ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. ACC 1.12 ACC ആ പാറ്റേൺ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ACC നോക്കിയാൽ കാണാം, കണ്ടോ, ഫസ്റ്റ് 15 മിനിറ്റ് നല്ലൊരു വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാറ്റേൺ മാച്ച് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ലെവൽ വരയ്ക്കാം. അതിനുശേഷം നമുക്കിവിടെ 0.382 അവിടെ നിന്ന് സെല്ല് ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് ആക്റ്റീവ് ആയതിനു ശേഷം നമ്മൾ 0.236 ഒരു സെല്ല് വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ടായി, അതും ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മിഡിലായിട്ടുള്ളത് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹൈക്ക് മുകളിലാണ്, ഇതാണ് ഇതിന് മുകളിലാണ്
സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ACC നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അദാനി എൻ്റർപ്രൈസ് നോക്കാം. ഇപ്പോൾ നമ്മൾ അദാനി നോക്കിയാൽ കാണാം, ഫസ്റ്റ് ഒരു വലിയ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അതിനുശേഷം റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. റെഡ് ക്യാൻഡിൽ ചെറിയ ക്യാൻഡിലായിരിക്കണം കേട്ടോ. അത് നമ്മൾ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 0.382 വന്നപ്പോൾ ഒരു സെല്ല് കൊടുത്തു. അതിനുശേഷം അത് റിട്രേസ് ചെയ്തപ്പോൾ 0.23 വന്നപ്പോഴും വീണ്ടും സെല്ല് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റ് കാലത്ത് തന്നെ നല്ല ഹൈ ബുള്ളിഷ് ആയിരുന്നു. അപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ആ പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു ചെറിയ സ്മോൾ ക്യാൻഡിലായിട്ട് ഇങ്ങനെ വരും. ചെറിയൊരു ക്യാൻഡിലായിരിക്കും വരുന്നത്. അങ്ങനെ ചെറിയ ക്യാൻഡിൽ വന്നാൽ മാത്രമാണ് നമുക്ക് റിട്രേസ്മെൻറ്റ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ആ ചെറിയ ക്യാൻഡിൽ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യും. ഇനി TCS വന്നിട്ടുണ്ട്. 1-ാം തീയതി തന്നെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ TCS അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ഇതാണ് ക്യാൻഡിൽ വലിയ ക്യാൻഡിലാണ്, പക്ഷേ നമ്മുടെ ഓപ്പണും ക്ലോസും തമ്മിലുള്ള ബോഡി ചെറുതാണ് കണ്ടോ. ഈ ബോഡിയും സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം, നമുക്ക് എടുക്കണ്ട. ഇനി ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നമുക്ക് നോക്കാം. അത് 20/11 വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബാലകൃഷ്ണയിൽ നമുക്ക് വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം കണ്ടോ ചെറിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ മാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കാം. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് കയറാണ് ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ട്. പിന്നെ ഇവിടെ ആ ഹൈയിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് നോക്കാം 0.382 കണ്ടോ ഇവിടെ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്പോൾ തന്നെ സെല്ലിട്ട് വയ്ക്കാം. പക്ഷേ ഇവിടെ സെല്ല് ആക്റ്റീവ് ചെയ്തിട്ടില്ല, കാരണം അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. താഴേക്ക് വരാണ് ചെയ്തത്. നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന് മിഡിലായിട്ടാണ്. നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടാറ്റ കൺസ്യൂം നമുക്ക് നോക്കാം. അത് 19/11 വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ടാറ്റ കൺസ്യൂം നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു വലിയ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടീഷൻ നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഉണ്ടോ 0.382 നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം ന്യൂ ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും 0.382 അതിനുശേഷം വന്നിട്ടില്ല. അത് ഞാൻ പുതിയൊരു ഹൈ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു വലിയൊരു ഹൈ എടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഹൈ അവിടെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്മൾ എക്സാക്റ്റ് കാണാൻ സാധിക്കും. നമ്മളവിടെ 0.382 സെൽ ആക്റ്റീവായി. അതിനുശേഷം നമ്മൾ അപ്പോൾ തന്നെ വീണ്ടും 0.236 ഒരു സെല്ല് ഇട്ടിട്ടുണ്ട്. അതും ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡിലായിട്ടാണ്. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ മാച്ച് ആവണം. അപ്പോൾ ഞാൻ സ്ട്രാറ്റജി ഒന്നുകൂടി ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് വളരെ സിമ്പിളായ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിൽ നല്ല ബിഗ് ക്യാൻഡിലായിരിക്കണം. അതിന് നല്ലൊരു ബോഡി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അതിനുശേഷം ഒരു ചെറിയ ഒരു റെഡ് ക്യാൻഡിലും വരണം. ഈ റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. ഒരിക്കലും ഇതിനെ കവർ ചെയ്ത് വരരുത്. അതായത് ഇപ്പോൾ ഇത് ചെറിയൊരു ക്യാൻഡിലാണ്, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ രണ്ടും ഒരേ ലെവലിലായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു സെക്കൻഡുകളിൽ ചെറുതായിരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് അതിൻ്റെ പെർഫെക്റ്റ് നമുക്കൊരു സിഗ്നൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങനൊരു മാച്ചിങ് സിഗ്നൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫിബൊനാച്ചി ലെവൽ എടുത്തിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 0.382 ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 519.60 അതാണ് നമ്മുടെ സെൽ പോയിൻറ്റ്. നമ്മൾ 519.60 ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഇടാൻ സമയമുണ്ട്. അപ്പോൾ 519.60 നമ്മൾ സ്റ്റോപ്പ് ലോസ് സെല്ലിട്ട് വയ്ക്കാം. പക്ഷേ മാർക്കറ്റ് താഴേക്ക് വന്നില്ല, മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിബൊനാച്ചി ലെവൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക പുതിയ ഹൈയിലേക്ക്. അപ്പോൾ നമ്മുടെ 520.45 ആയി. അപ്പോൾ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് 520.45 ആക്കാം. അതിനുശേഷം 520.45 വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ വീണ്ടും മാർക്കറ്റ് കയറാണ് ചെയ്തത്. അപ്പോൾ ഓരോ ഹൈയിൽ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പുതിയ ഹൈ എടുക്കുമ്പോൾ വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതോളം നമുക്കറിയാം വാല്യൂ കറക്റ്റ് കിട്ടും. ഇപ്പോൾ 522.70. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡർ 522.70 ഇട്ട് വയ്ക്കാം. അതിനുശേഷം മാർക്കറ്റ് നന്നായിട്ടൊന്ന് ഫോളോ ചെയ്തു. അപ്പോൾ നമുക്കവിടെ നമ്മളെ 522.70 ആക്റ്റീവ് ആയതുണ്ട്. 522.70 നമ്മൾ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് നമ്മൾ 0.5നും 0.61 ഇടയിലുള്ള ലെവൽ മാർക്ക് ചെയ്തിട്ട് ഒരു ബൈ ഓർഡർ ഇട്ട് വയ്ക്കാം. അതേപോലെ തന്നെ 0.236 ലെവൽ, അതായത് 524.75 നമ്മളൊരു സെൽ ഓർഡറും ഇട്ട് വയ്ക്കാം. കണ്ടോ, ആ സെൽ ഓർഡർ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ ആക്റ്റീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബൈ ഓർഡർ നമുക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ആവറേജ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ 8848943849. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇപ്പോൾ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൈവറ്റ് ചാനലിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ 50 മിനിറ്റ്സ് ബ്രേക്കൗട്ട് സ്കാനറും സെമി ഓട്ടോമാറ്റിക് എക്സൽ ഷീറ്റും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ചാർട്ടിങ്ങിൽ ഞാൻ ഉണ്ടാക്കുന്ന സ്കാനേഴ്സും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.